മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വാഴപ്പിണ്ടിയും കൊണ്ടൊരു കിച്ചടി വെക്കാം. ഉണ്ടോ? വാഴപ്പിണ്ടി ആദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഉണ്ടോ? അതിൻ്റെ നൂലൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം നൂല് കളയണം കേട്ടോ. കണ്ടോ? എന്നിട്ട് നമുക്കത് കുറച്ച് തൈരെടുക്കുക. ഉടച്ചിട്ട് തൈരെടുക്കുക. എന്നിട്ട് ആ തൈരിലേക്ക് ആ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഞെരടി അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുക്കുക. അതിന് കറിയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. അതിന് ശേഷം തൈരും കൂടെ യോജിപ്പിക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിന് പാകത്തിനുള്ള ഉപ്പ്. കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. അതിൽ തന്നെ തൈരും പിണ്ടിക്കകത്ത് കിടക്കട്ടെ. എന്നിട്ട് നമുക്കൊരു പാനടുപ്പേ വെച്ച് കുറച്ച് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. കടുകും പൊട്ടിക്കണം. ഒക്കെ തീ കത്തിക്കാം. എണ്ണ ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ, ഇഞ്ചി എല്ലാം കൂടെ ഇട്ടുന്നു വാഴപ്പിണ്ടിയും കൊണ്ട് നമുക്കൊരു കിച്ചടി ഉണ്ടാക്കാം. എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. നല്ല കണ്ടോ? വാഴപ്പിണ്ടി ഇതുപോലെ നൂലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നൂല് കയ്യിൽ നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം. ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചക്കുത്തുണ്ടാകും. അതൊക്കെ ഒന്ന് മാറട്ടെ. പഴയ കാരണന്മാരുടെയൊക്കെ ഒരു കറിയാണ്. ഒരു മായവും ചേരാത്ത കറിയാണ്.
ഇപ്പോഴുള്ള ആൾക്കാരോട് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു ശേഷം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം. അരച്ച തേങ്ങ അതെല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ആ തൈര് അരമണിക്കൂറായി വെച്ചിട്ട് ആ തൈരിനകത്തേക്ക് നമുക്ക് ഈ അരപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയും പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ വഴറ്റിയത് കണ്ടോ. ഈ വേനക്ക് നല്ലൊരു കറിയാണ്. വേനൽക്കായാലും മഴയത്തായാലും നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു കറിയാണിത്. വാഴപ്പിണ്ടി അധികം ആൾക്കാർ വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല ആരും വെച്ച. വാഴപ്പിണ്ടിയും തൈരും കൊണ്ട് ഒരു കിച്ചടി ഉണ്ടാക്കി. കുറച്ച് പൂള വെച്ച് കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും രുചിയാണ്. വാഴപ്പിണ്ടിയും തൈരും കൂടെ ഒരു കിച്ചടി ഉണ്ടാക്കി. കണ്ടോ, ആ ഇഞ്ചിയും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ചാനൽ കേരളം ബൈ ശോശാമ്മ. വാഴപ്പിണ്ടി തൈരും കൂടെ ഒരു കിച്ചടി വെച്ചത്. കൂട്ടിയാലും മതി വരുന്നില്ല, അത്രയ്ക്കും രുചിയാണ്.
വാഴപ്പിണ്ടി കൊണ്ട് കിച്ചടി ഏത് നാട്ടിലും ഉണ്ടാക്കാം, എല്ലാ നാട്ടിലും ഉണ്ട് വാഴ. വാഴയുടെ പിണ്ടി ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തിട്ട് തേങ്ങയും, വിദേശത്തൊക്കെ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങാപ്പൊടിയുണ്ട്, വെളുത്തുള്ളിയും ജീരകവും കൂടെ അരയ്ക്കുക. എന്നിട്ട് തൈരിനകത്ത് പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലിട്ട് അരമണിക്കൂർ വെക്കുക. എന്നിട്ട് ഈ അരപ്പ് എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിക്കുക. ഇത് ഏത് അസുഖക്കാർക്കും കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ചെയ്തു നോക്കണേ, ചെയ്തു നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ചാനൽ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കണ്ടോ, നല്ല കിച്ചടി. പച്ചടിയും കിച്ചടിയൊക്കെ വെളുത്തായിരിക്കുന്നത്. അതിന് മുളകും പിന്നെ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കില്ല. പച്ചടി വെക്കുവാണെങ്കിൽ ഇത് കടുക് ചതച്ചിട്ടാ അരച്ചാൽ മതി. അരയണ്ട, ചതച്ചിടുക. വാഴപ്പിണ്ടി കൊണ്ട് കിച്ചടി വെച്ചത്.